എന്നിട്ട് ഈ അടുക്കള ആകെ കൊന്നുണ്ട് അടിച്ചോരിട്ട് ഓര് രണ്ടാളും വരുമ്പോത്തിനി ഇക്കൊന്നും വെജമ്മ കൊറേ കൂടിയിട്ടല്ല ഇങ്ങോട്ടൊന്നും വന്നിക്കണത് അവിടെ പണിയെടുത്ത് മടുത്തിട്ടാ വരുന്നത്. ഇക്കൊന്നും വെജ പണിയെടുക്കാൻ ഓള് കുറച്ചേരം പണിയെടുത്തോട്ടെ. ഓള് നന്നായി എപ്പോഴും ഇങ്ങോട്ട് വരുന്ന ആളല്ലേ, ഇവിടെ എടുത്തന്നെയല്ലോ ഓളെ പേരാ. ഞാൻ അതേപോലെ എനിക്ക് എത്ര ദൂരത്തുനിന്ന് വരണ ഇങ്ങണ്ട് എന്നെ കൂടെ വെച്ച പണിയെടുക്കാനൊന്നും. അതിന്റെ പേര് ഇവിടെ എടുത്താണെന്ന് വിചാരിച്ചിട്ട് അത് എപ്പോഴും ഇങ്ങോട്ട് മണ്ടി പാഞ്ഞ് വരുന്നൊന്നുമില്ല. അന്നെ പോലെ തന്നെ എപ്പോഴെങ്കിലും വരുന്നുള്ളൂ. ഇജൊന്ന് വന്ന് ചെയ്തയച്ചിട്ട് അത് ഫുള്ള് പണിയെടുക്കണം എന്നുണ്ടാ. ഇങ്ങോട്ട് വായൊന്ന് ചെയ്താട്ട്. ഇക്ക വരുമ്പോ ഒരു ഫോണ് കൊണ്ടാറിഞ്ഞിട്ടുണ്ട്, അതിന് കാത്തിരിക്കപ്പ ഞാന്. ഫോണും ഉണ്ട് ഉണ്ടാ? നമ്മടെ കുട്ടിയെ ഇമ്മ ഒരു കാര്യം പറഞ്ഞത് കേക്ക്. ഓളെടുത്താണെന്നുണ്ടെങ്കിൽ ഫോണൊന്നുമില്ല, ഒരു സ്വിച്ച് ഫോണായിട്ട് നടക്കണം. അതാണെങ്കിൽ വിളിച്ചാലും കിട്ടൂല, വിളിച്ചാലും കേക്കൊന്നുമില്ല. എന്റെ ആ പഴയ ഫോൺ ഓൾക്കാണ് കൊടുത്താളാ. അന്റെ അടുത്തല്ലോ ഒന്നല്ലെങ്കില്. എന്ത് വർത്താനം ഉമ്മ നിങ്ങൾ ഈ പറയണ? ഇക്ക് കല്യാണം കഴിഞ്ഞ് ഇക്ക് വാങ്ങി തന്ന ഫോണല്ല അത്. ഞാൻ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുവോ? ഇക്ക് എന്നെ ചീത്ത അറിയും. ഇക്കാക്ക് അല്ലെങ്കിൽ എന്താ തോന്നുക? അതൊന്നും ശരിയാവൂല, ഞാൻ കൊടുക്കൂല എന്റെ ഫോൺ. ഓനിക്ക് അതൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇജ്ജ് ഓനോട് ചോദിച്ചിട്ട് കൊടുത്താ മതി, ചോദിക്കാതെ കൊടുക്കൊന്നും വേണ്ട. എന്നാല അന്റെ അടുത്ത് ഉള്ളതല്ലേ. ഇനി പണക്ക് പുതിയ ഫോണൊക്കെ കിട്ടിയാല് ഈ ഫോണ് വെറുതെ ഇരിക്കല്ലേ. ചാണ് കൊടുത്താളെ, എപ്പോഴെങ്കിലും അതിനൊന്ന് വിളിച്ചാനും വരാനൊക്കെ ഉള്ളതല്ലേ. അതവിടെ വെറുതെ ഇരുന്നോട്ടെ, എന്നാലും ഞാൻ കൊടുക്കൊന്നുമില്ല. മറ്റേത് പറഞ്ഞാൽ റീൽസ് ഒക്കെ ചെയ്യാനുള്ളതാണ്. ഈ ഫോണ് പറഞ്ഞാലേക്ക് കോളൊക്കെ ചെയ്യാൻ ഉപയോഗിക്കാച്ചിട്ടാ ഞാൻ കൊടുക്കൊന്നുമില്ല. ദോക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കോട്ടെ. നമുക്ക് എല്ലേതും ഇപ്പൊ എങ്ങനെ കൊടുക്കാൻ നിക്ക. പോയി പണിയൊക്കെ ഇട്ടോളൂ. അവിടെ ആരും വേണ്ടൊന്നുമില്ലല്ലോ ഇങ്ങനത്തെ ആൾക്കാരെ കല്യാണം കേൾക്കാൻ. ഇതെന്തിനാ ഇങ്ങനൊക്കെ പറയണത്? അന്നെ പോലെ തന്നെയാണ് ഓളി നിക്കും. ഇജ്ജ് അത് മനസ്സിലാക്ക്. അന്നെ കുറച്ച് പൈസ ഉള്ളോടത്തേക്ക് കെട്ടിച്ചെന്ന് വെച്ചിട്ട് അഹങ്കാരം കാണിക്കരുത് കേട്ടോ. പടച്ചോൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷം ഇല്ലാതാവും. പടച്ചോൻ റബ്ബ് എന്റെ മക്കളെ ഒന്നും ഇല്ലാതാക്കല്ലേ. ഞാൻ അത് ആക്കാൻ വേണ്ടിട്ട് പറയല്ല. എന്നാലും അന്റെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് മാറ്റാണ് എനക്ക് നല്ലത്. അത് നല്ലതിനുള്ളതല്ല. ആ പാവത്തിന് എങ്ങനെ എനക്ക് ഇതൊക്കെ പറയാൻ തോന്നുന്നത്? ഞാൻ കല്യാണം കേൾപ്പിച്ച് പറഞ്ഞയച്ച തന്നെയാണ്, അല്ലാതെ ഓളൊന്ന് പ്രേമിച്ചിട്ട് ഒളിച്ചോടെ ഒന്നും ചെയ്തതല്ല. അവൾക്ക് ഇത്രക്ക് ദയ ഇല്ലാതായോ? നിങ്ങക്ക് നിങ്ങളെ മകളൊന്നും പറയാനൊന്നും പറ്റൂലല്ലോ. ഇന്റെ മാപ്പിള വരുമ്പോ ഓളെ മാപ്പിള ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞിക്കണ്, എനിക്ക് ഇന്റെ രണ്ട് മരക്കളും ഒരേപോലെയാണ്. രണ്ടാളും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചോട്ടെ. ഓൻ അന്ന് ഈ പെരന്റെ ഉള്ളിൽ തന്നെ അല്ല എന്നെ കെട്ടിക്കൊണ്ടുപോയത്, അല്ലാതെ വൈക്കന്ന് കണ്ടിട്ട് കെട്ടിക്കൊണ്ടുപോയതൊന്നും അല്ലല്ലോ. ഈ പെരയും കൂടി ഇന്റെ അവസ്ഥയും ഇവിടുത്തെ സാഹചര്യം ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് അന്നോൻ കല്യാണം കഴിച്ചിരിക്കണത്. പിന്നെ എനിക്ക് കുറച്ച് പൈസ ഉണ്ട്, ഓനക്ക് കുറച്ച് പൈസ ഉണ്ട് എന്നുള്ള അഹങ്കാരം എന്തായാലും ഓനക്കില്ല.